സോ ഈ സീസണോടുകൂടി ഫോർമുല ഇയുടെ ജനറേഷൻ 3 കാറുകളുടെ ഉപയോഗം തീരുവാണ്. അടുത്ത വർഷം തന്നെ ജനറേഷൻ 4 കാറുകളാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ജനറേഷൻ 4 കാറുകളുടെ പവർ ആൻഡ് പെർഫോമൻസിനാണ് ചേഞ്ച് വന്നത്. ജനറേഷൻ 3 കാറുകളെക്കാളും മച്ച് ഇമ്പ്രസീവ് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ജനറേഷൻ 4 കാറുകൾക്കുണ്ട്. അറ്റാക്കിംഗ് മോഡിൽ 600 കിലോ വാട്ട് വരെ പവർ ജനറേറ്റ് ചെയ്യാൻ കഴിയും, അതായത് 850 HP. നേരത്തെ ജനറേഷൻ 3ൽ 350 ഉള്ളായിരുന്നു. മാക്സിമം റേസ് പവർ 450 കിലോ വാട്ടായിട്ടുണ്ട്. ജനറേഷൻ 3ൽ അത് 350 കിലോ വാട്ടേ ഉണ്ടായിരുന്നു. ജനറേഷൻ 4 കാറുകൾ 0 to 100 കിലോമീറ്റർ എത്താനായിട്ട് 1.8 സെക്കൻഡ് മാത്രം മതി. ജനറേഷൻ 4 കാറുകളുടെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 320 km/h ആണ്. ദാറ്റ്സ് പ്രോബബ്ലി ദ മോസ്റ്റ് ഫാസ്റ്റസ്റ്റ് ഫോർമുല ഇ കാർ. ജനറേഷൻ 4 കാർസിൽ പെർമനൻറ്റ് ഓൾ വീൽ ഡ്രൈവ് ആണ്. അതായത് ജനറേഷൻ 3 കാർസിൽ എക്സ് മോഡ് ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ അറ്റാക്ക് മോഡ് ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ റേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു ഓൾ വീൽ ഡ്രൈവ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ജനറേഷൻ 4 വന്നപ്പോൾ റേസിൽ എൻറ്റയർലി ഓൾ വീൽ ഡ്രൈവ് ഉപയോഗിക്കാൻ പറ്റും. റീജനറേറ്റീവ് കപ്പാസിറ്റി 700 കിലോ വാട്ട് ആയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ജനറേഷൻ 3 കാറുകൾക്ക് 600 കിലോ വാട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ജനറേഷൻ 4 കാറുകൾക്ക് 2 ഡിഫറൻറ്റ് എയറോഡൈനാമിക് സെറ്റപ്പ് ഉണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ റേസിന്, മറ്റേത് ഒരു ക്വാളിഫയിങ്ങിന് വേണ്ടിയുള്ളത്. ക്വാളിഫയിങ്ങിന് കൂടുതൽ ഡ്രാഗും ഉള്ള രീതിയിലാണ് എയറോഡൈനാമിക്സ്. റേസ് വരുമ്പോൾ കുറവ് ഡ്രാഗ് ഉള്ള രീതി. ജനറേഷൻ 4 കാറുകളിൽ ABSഉം ട്രാക്ഷൻ കൺട്രോളും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോർമുല ഇ ജനറേഷൻ 4 കാറുകളുടെ ഡയമെൻഷൻസും സ്ലൈറ്റ്ലി വേരി ആയിട്ടുണ്ട്. ലെങ്ത് 5540 ആയിട്ടുണ്ട്. അതായത് നേരത്തെയുള്ള ജനറേഷൻ 3യേക്കാളും 540 mm കൂടുതലാണ്. അതുപോലെ വിഡ്ത്ത് 1800 mm ആയിട്ടുണ്ട്. ജനറേഷൻ 3യേക്കാളും 93 mm കൂടുതലാണ്. വീൽ ബേസ് 3080 mm ആയിട്ടുണ്ട്. അതായത് നേരത്തെ ഉള്ളതിനേക്കാളും 109.5 mm കൂടുതലാണ്. ജനറേഷൻ 4 കാറുകളുടെ വെയിറ്റ് 1012 കിലോഗ്രാം ആയിട്ടുണ്ട്. അതായത് നേരത്തെയാണ് ജനറേഷൻ 3യേക്കാളും 153 കിലോഗ്രാം കൂടുതലാണ്.